സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു പിന്നാലെ CPM-ൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഞൊടിയിടയിലാണ് CPM തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത്. അങ്ങനെ ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെയെല്ലാം പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്ത് വളരെ വേഗം തന്നെ മുന്നേറാം എന്നുള്ള നീക്കമായിരുന്നു CPM നടത്തിയത്. എന്നാൽ അതിന് വലിയ രീതിയിലുള്ള തിരിച്ചടി തങ്ങളുടെ കോട്ടയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. CPM-ന്റെ അപ്രമാദിത്വം ഉള്ള ഒരു ജില്ലയായ കണ്ണൂരിൽ നിന്ന് CPM-ന് ഇന്ന് 2 തിരിച്ചടികളാണ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട അവരുടെ സിറ്റിംഗ് മണ്ഡലങ്ങളായ അല്ലെങ്കിൽ CPM-ന്റെ പൊന്നാപുരം കോട്ടകളായ 2 മണ്ഡലങ്ങളിൽ CPM-ന് വലിയ രീതിയിലുള്ള കനത്ത തിരിച്ചടി ഇന്ന് ഉണ്ടായിരിക്കുന്നു. ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ വിമത സ്ഥാനാർത്ഥികൾ 2 മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് CPM-നെ ഞെട്ടിച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. അത് CPM-ന് ആ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, നേരത്തെ ആലപ്പുഴയിലെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് CPM-ന്റെ മുൻ മന്ത്രിയും സമുന്നത നേതാവുമായിട്ടുള്ള G. സുധാകരൻ കഴിഞ്ഞ ദിവസമാണ് താൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയത്. അത് വലിയ രീതിയിൽ CPM-നെ ഉലച്ചിട്ടുണ്ട്. സുധാകരനെതിരെ അവിടെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ രംഗത്തിറങ്ങിക്കൊണ്ട് രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പാലക്കാട് മുൻ MLA ആയിട്ടുള്ള PK ശശി പാർട്ടിക്കെതിരെ വിമത പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതൊന്നും പോരാഞ്ഞിട്ടാണ് കണ്ണൂർ പോലെ CPM-ന് വളരെ അധികം സ്വാധീനമുള്ള ജില്ലയിൽ 2 മണ്ഡലങ്ങളിൽ അടുത്തടുത്തുള്ള 2 മണ്ഡലങ്ങളിൽ CPM-ന്റെ ഉറച്ച കോട്ടകളായ 2 മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു പാർട്ടിക്കുള്ളിലെ പട തന്നെ ഉണ്ടായിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് പയ്യന്നൂരാണ്. പയ്യന്നൂർ നമുക്കറിയാം CPM-ന്റെ അടിയുറച്ച ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ TI മസൂദൻ അവിടെ നിന്ന് ഏതാണ്ട് 49,000-ലധികം വോട്ടുകൾക്കാണ് വിജയിച്ചത്. ഏതാണ്ട് 93,000-ലധികം വോട്ടുകൾ TI മസൂദൻ നേടിയപ്പോൾ അതിന്റെ പകുതിയോളം വോട്ടുകൾ പോലും നേടാനായിട്ട് എതിർ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞില്ല. അത്തരത്തിൽ വിജയിച്ച ഒരു മണ്ഡലമാണ് പയ്യന്നൂർ. അവിടെ നമുക്കറിയാം കഴിഞ്ഞ മാസമാണ് കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള V. കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. മാത്രവുമല്ല അവിടുത്തെ MLA ആയിട്ടുള്ള TI മസൂദിനെതിരെ തന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും ക്രമക്കേടുകളും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നിരുന്നു. അന്ന് പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കി. എന്നാൽ അദ്ദേഹം അന്ന് ഉന്നയിച്ച കാര്യങ്ങളൊക്കെ തന്നെ ആ കണക്കുകളൊക്കെ തന്നെയും ജനങ്ങളുടെ മുന്നിൽ ഒരു സംശയമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പാർട്ടിയെ ഒരു സംശയമുനയിൽ നിർത്തുന്ന പ്രതികരണങ്ങളും കണക്കുകളുമാണ് അന്ന് V. കുഞ്ഞികൃഷ്ണൻ പുറത്തുവിട്ടത്. അതിന്റെ അലേലുകൾ ഇനിയും അടങ്ങിയിട്ടില്ല. അവിടെ ആ രീതിയിലുള്ള V. കുഞ്ഞികൃഷ്ണന്റെ പ്രതികരണങ്ങൾ അത് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല TI മസൂദിന് വീണ്ടും ഒരിക്കൽ കൂടി സ്ഥാനാർത്ഥിത്വം അവിടെ നൽകിയിരിക്കുകയാണ്. അത് ഏത് രീതിയിലാകും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണണം. അതിനിടയിലാണ് V. കുഞ്ഞികൃഷ്ണൻ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അത് CPM-ന് ഇരുട്ടടിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിനോടകം തന്നെ മണ്ഡലത്തിൽ വലിയ രീതിയിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഈ V. കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തൽ ഉൾപ്പെടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനിടയിലാണ് V. കുഞ്ഞികൃഷ്ണനെ പോലെ കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് അടിമുടി CPM ആയിട്ടുള്ള ഒരു നേതാവ് അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥിക്കെതിരെ സ്വതന്ത്രനായിട്ടുള്ള മത്സരിക്കാനായിട്ട് രംഗത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ ഒരുപക്ഷെ കോൺഗ്രസിന്റെ നീക്കം എന്താകും അല്ലെങ്കിൽ UDF-ന്റെ നീക്കം എന്താകുമെന്നത് ആകാംക്ഷയുടെ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ്. ആ സീറ്റ് കോൺഗ്രസ് മത്സരിക്കുകയാണെങ്കിൽ അവിടെ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുമോ, അതല്ല V. കുഞ്ഞികൃഷ്ണന് പിന്തുണ കൊടുത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം പയറ്റുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഒപ്പം തന്നെ അതിനെക്കാട്ടിലും വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ വൈകിട്ടായപ്പോൾ CPM-ന് അതിന് തൊട്ടടുത്തുള്ള മണ്ഡലമായ തളിപ്പറമ്പിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. തളിപ്പറമ്പിൽ CPM-ന്റെ നിലവിലെ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയാണ് നിലവിലെ സ്ഥാനാർത്ഥി. ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം MV ഗോവിന്ദൻ നടത്തുമ്പോൾ അദ്ദേഹം തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയായിട്ട് സ്വന്തം ഭാര്യയായിട്ടുള്ള PK ശ്യാമളയാണ് പ്രഖ്യാപിച്ചത്. അവർ മുൻപ് ആന്തൂർ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സണായിട്ടൊക്കെ ഇരുന്ന വ്യക്തിയാണ്. രാഷ്ട്രീയ CPM-ന്റെ പ്രവർത്തന നേതാവാണ് എന്നൊക്കെ നമുക്ക് അവകാശപ്പെടാമെങ്കിൽ പോലും തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ സീറ്റ് ഒഴിയുമ്പോൾ അവിടെ സ്വന്തം ഭാര്യയെ പകരം ഒരു സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവന്നതിനെതിരെ പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അധിക്ഷേപം ഒക്കെ തന്നെ വന്നിരുന്നതാണ്. അതിന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പാർട്ടിയിൽ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ജില്ലയിലെ CPM-ന്റെ
തലമുതിർന്ന നേതാക്കളിൽ ഒരാളായിട്ടുള്ള ടി.കെ. ഗോവിന്ദൻ അദ്ദേഹം ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടി വിട്ടിരിക്കുകയാണ്. അദ്ദേഹം അവിടെ വിമതനായിട്ട് സ്വതന്ത്രനായിട്ട് മത്സരിക്കുമെന്നുള്ള പ്രഖ്യാപനവും നടത്തിയിരിക്കുന്നു. അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് അതിഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥി നിർണയമായിട്ടുള്ള ചർച്ചകൾ ജില്ലാ കമ്മിറ്റി നടത്തുമ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് നടത്തുമ്പോൾ അവിടെ തളിപ്പറമ്പിൽ പി.കെ. ശ്യാമളയെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ഒരു ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് മുൻകൂട്ടി ഒരു തിരക്കഥ തയ്യാറാക്കിക്കൊണ്ടാണ് ഒരു നീക്കം നടത്തിയതെന്ന് പറയുന്നു. അവിടെ ജില്ലാ സെക്രട്ടേറിയറ്റുള്ള കെ രാഗേഷ് അദ്ദേഹം ആവശ്യപ്പെട്ടത്, ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആവശ്യപ്പെട്ടത് തളിപ്പറമ്പിൽ എം പി ഗോവിന്ദൻ ഒഴിയുമ്പോൾ അവിടെ ഒരു വനിതാ സ്ഥാനാർത്ഥിയായിട്ട് വരണം, അവിടെ പി.കെ. ശ്യാമള തന്നെ സ്ഥാനാർത്ഥിയായിട്ട് വരണം എന്നുള്ള ഒരു കാര്യം പറയുന്നു. ഒപ്പം തന്നെ പയ്യന്നൂരിൽ ടി.എ. മധുസൂദനൻ മത്സരിക്കുമെന്നുള്ള കാര്യം അദ്ദേഹം അറിയിക്കുന്നു. എന്നാൽ ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം അല്ലെങ്കിൽ എതിർപ്പ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ തന്നെ ഉണ്ടായി. എന്നാൽ അവിടെ നിന്നും സംസ്ഥാന നേതൃത്വം തന്നെ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഈ പ്രതിഷേധങ്ങളോ എതിർപ്പുകളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തില്ല. അത് സംസ്ഥാന നേതൃത്വം അംഗീകരിച്ച് തിരിച്ചയച്ചു. പിന്നീട് അത് മണ്ഡലങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്തപ്പോൾ മണ്ഡലം തലത്തിലുള്ള റിപ്പോർട്ടിങ്ങിൽ അതിരൂക്ഷമായ വിമർശനം, എം പി ഗോവിന്ദൻ കൂടി ഉൾപ്പെട്ട മണ്ഡലം കമ്മിറ്റി യോഗങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതിനെതിരെ ഉയർന്നു. ഏതാണ്ട് എല്ലാ നേതാക്കളും എല്ലാ അംഗങ്ങളും ഇതിനെതിരെ ശക്തമായ വിമർശനം ഉയർത്തി. ഇത് അംഗീകരിക്കാൻ കഴിയില്ല, അതായത് പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കാൻ കഴിയില്ല, അത് ശരിയായ ഒരു പ്രവണതയല്ല, ഒരു കുടുംബകാര്യമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഭർത്താവ് മാറുമ്പോൾ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കുന്ന മറ്റ് പാർട്ടി എതിർ പാർട്ടികളെയൊക്കെ തന്നെ CPM വിമർശിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വിഷയമാണത്. അത് സ്വന്തം പാർട്ടിയിൽ നടപ്പിലാക്കാൻ പോകുന്ന ശ്രമം അത് അംഗീകരിക്കാനാകില്ല, അനുവദിക്കാനാകില്ല എന്ന ഈ പ്രവർത്തകരുടെയും ഭൂരിഭാഗം നേതാക്കളുടെയും അഭിപ്രായം അതിനെയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ടാണ് പി.കെ. ശ്യാമളയെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ജില്ലയിലെ തന്നെ തലമുതിർന്ന നേതാക്കളിൽ ഒരാളായിട്ടുള്ള ടി.കെ. ഗോവിന്ദൻ പാർട്ടി വിട്ട് രംഗത്തെത്തിയ പാർട്ടിക്കെതിരെ ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അദ്ദേഹം തൻ്റെ വിദ്യാർത്ഥി കാലത്ത് തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്നതാണ്. അദ്ദേഹം തൻ്റെ 25ാമത്തെ വയസ്സിൽ KSYF എന്ന് പറയുന്ന നിലവിലെ DYFIയുടെ അന്നത്തെ രൂപമായിട്ടുള്ള KSYFിന്റെ സംസ്ഥാന നേതാവായിട്ട് വന്ന വ്യക്തിയാണ്. പിന്നീട് അദ്ദേഹം ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അതിന്റെ സെക്രട്ടറി ആയിട്ട് വന്നു. ഏതാണ്ട് 20ഓളം വർഷക്കാലം അദ്ദേഹം ആ ഒരു പദവിയിലിരുന്നു. അത്തരത്തിൽ വിവിധ പദവികൾ വഹിച്ച നിലവിൽ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള വ്യക്തിയാണ് ടി.കെ. ഗോവിന്ദൻ. ഹാൻവീവിന്റെ ചെയർമാനാണ്. അത്തരത്തിൽ ഏതാണ്ട് 50 വർഷത്തിലധികം പ്രവർത്തന അനുഭവ പരിചയ സമ്പത്തുള്ള ഒരു നേതാവാണ്. ജില്ലയിലെ തന്നെ സമുന്നതനായിട്ടുള്ള ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റായിട്ടുള്ള അടിമുടി കമ്മ്യൂണിസ്റ്റായിട്ടുള്ള ഒരു നേതാവാണ് ടി.കെ. ഗോവിന്ദൻ. പാർട്ടിയുടെ ശക്തനായിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ തന്നെ ശക്തനായിട്ടുള്ള നേതാവ്, ജനങ്ങളുമായിട്ട് വളരെയധികം ബന്ധമുള്ള ജനകീയനായിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹമാണ് ഇക്കാര്യത്തിലുള്ള അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് തന്നെ അവഗണിച്ചു എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന. പാർട്ടിയിൽ യാതൊരു പ്രവർത്തന പരിചയവുമില്ലാത്ത പി.കെ. ശ്യാമളയെ പോലെ ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരികയാണത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എം പി ഗോവിന്ദന്റെ ഭാര്യ എന്നുള്ള ഒരേ ഒരു മാനദണ്ഡമാണ് അവിടെ അത് പ്രയോഗിച്ചത്. ആ മാനദണ്ഡം മാത്രമാണ് അവിടെ കണക്കിലെടുത്തത്. തന്നെ പോലെയുള്ള നേതാക്കളെ വർഷങ്ങളോളം ഏതാണ്ട് നൂറ്റാണ്ടോളം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാക്കളെയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് നടത്തിയിരിക്കുന്നത്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ടി.കെ. ഗോവിന്ദൻ ഇപ്പോൾ തളിപ്പറമ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള നീക്കം നടത്തുന്നത്. CPMനെ സംബന്ധിച്ച വലിയ രീതിയിലൊരു തിരിച്ചടിയാണ്. അതായത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ സിറ്റിംഗ് മണ്ഡലമാണ് തളിപ്പറമ്പ് എന്ന് പറയുന്നത്. അവിടെ സംസ്ഥാന സെക്രട്ടറി സ്വന്തം ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കുകയാണ്. അതിനെതിരെ അതിരൂക്ഷമായ രീതിയിലുള്ള പ്രതികരണം അവിടെ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തന്നെ അതിനെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തി പാർട്ടി വിട്ടുകൊണ്ട് ആ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാനുള്ള നീക്കത്തിലേക്ക് പോവുകയാണ്. അത് കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല അതിൻ്റെ അനുരണനങ്ങൾ തീർക്കുക എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ CPMനെ ഇത് വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കും. അദ്ദേഹം പറയുന്നത് തളിപ്പറമ്പിൽ ഇത്തരത്തിലൊരു തീരുമാനം താൻ എടുത്തില്ലെങ്കിൽ തളിപ്പറമ്പിൽ പാർട്ടി ഇല്ലാതെയാകും. അതുതന്നെയാണ് പയ്യന്നൂരിൽ V. കുഞ്ഞികൃഷ്ണനും പറഞ്ഞത്. താൻ ഇത്തരം ഒരു നടപടി, ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് പാർട്ടിയിലെ ഇത്തരത്തിലുള്ള ദുഷ്പ്രവണതകൾക്കെതിരെ പോരാട്ടവുമായിട്ട് ഇപ്പോഴെങ്കിലും മുന്നോട്ട് വന്നില്ലെങ്കിൽ അത് പയ്യന്നൂരിൽ CPMന്റെ അന്ത്യത്തിന് കാരണമാകും. സമാനമായ കാര്യം തന്നെയാണ് ടി.കെ. ഗോവിന്ദനും പറയുന്നത്. തളിപ്പറമ്പിൽ താൻ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ അവിടെ പാർട്ടിയുടെ അധപ്പതനമാകുമുണ്ടാകുക, പാർട്ടി നശിക്കുന്ന രീതിയിലേക്ക് പോകും. അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് താൻ നടത്തുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം എം പി ഗോവിന്ദനെതിരെ മറ്റു പല ആരോപണങ്ങളും അദ്ദേഹം MLA ആയിട്ടിരിക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ഉൾപ്പെടെ പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ V. കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ ഉയർത്തിയ വിഷയം അതിൽ കാര്യമുണ്ട്, കഴമ്പുണ്ട് എന്നും ഈ
ടി.കെ. ഗോവിന്ദൻ പറയുന്നുണ്ട്. കൂടാതെ ആന്തൂർ സാജൻ എന്ന് പറയുന്ന വ്യവസായിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് പി.കെ. ശ്യാമളയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, അന്ന് എങ്ങനെയാണ് പാർട്ടി അതിനെയൊക്കെ കൈകാര്യം ചെയ്തതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ടി.കെ. ഗോവിന്ദൻ വളരെ വിശദമായ രീതിയിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും CPM-നെ സംബന്ധിച്ച് ഓർക്കാപ്പുറത്ത് വലിയ 2 അടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് മാത്രം വലിയ 2 തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. CPM-നെ വലിയ രീതിയിൽ തന്നെ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.